എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ നമുക്ക് കാണാതെ എങ്ങനെയാണിത് റെഡിയാക്കിയെന്ന്. വറുത്തരച്ച ചിക്കൻ കറി റെഡിയാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 4 കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ ഒരു 2 മീഡിയം സൈസിലെ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നേരം വരെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിലേക്ക് ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച കോക്കനട്ടിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഈ ചിക്കനും ഉരുളക്കിഴങ്ങും വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ചിക്കൻ കറിയുടെ മുകളിലായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കുക്കായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വറ്റൽമുളകും കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്